നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം മനോഹരമായ ചിത്രങ്ങൾ ഒരുക്കുകയാണ് ഇജാസും ഷഫ്ന റിൻഷിയും. നഗരത്തിലെ പഴയ കെട്ടിടങ്ങളിലെ ഒഴിഞ്ഞ ചുമരുകളിലാണ് ഇജാസും ഷഫ്ന റിൻസിയും ചേർന്ന് ചായം ചാലിച്ച വിസ്മയം തീർക്കുന്നത്. തിരുക്കോടതിക്ക് പിന്നിലെ ഇടവഴിയിൽ ഇവർ തിരൂരെന്ന് എഴുതി വരച്ചത് വൈൽഡ് സ്റ്റൈൽ ഗ്രാഫിറ്റി ഫോണ്ടിലാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും അറബിയിലും തമിഴിലും തിരൂരെന്ന് എഴുതി കണ്ടവർക്ക് തിരൂരിൽ മലയാള ഭാഷാ പിതാവിന്റെ മണ്ണിൽ ഈ സ്റ്റൈലിൽ തിരൂരിനെ കണ്ടപ്പോൾ ഏറെ കൗതുകമായി. വെക്ടർ സ്റ്റൈലിൽ ഇവർ കണ്ണീരിൽ പൊഴിക്കുന്ന പുരുഷനെയും വരച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല കണ്ണീരും ദുഃഖവും പുരുഷനും കരയാറുണ്ടെന്ന് ഈ ചിത്രം വരച്ചു കാട്ടുന്നു. ഇവർ സ്വന്തം ചിലവിലാണ് പെയിന്റും ബ്രഷും വാങ്ങി നഗരത്തിലെ ചുവരുകൾ കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതും ഒപ്പം മൂല്യമുള്ളതുമായ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. തിരുപ്പൊറൂർ സ്വദേശിയായ വരിക്കോട്ടിൽ അബ്ദുൾ റസാഖിന്റെയും സുഹറയുടെയും മകനായ ഇജാസ് ഇന്റീരിയർ ഡിസൈനറും ചിത്രകാരനുമാണ്. ചിത്രകലയോടുള്ള ഭ്രമവും ഈ കലയെ ജനകീയവൽക്കരിച്ച സാധാരണക്കാരന്റെ മുന്നിലെത്തിക്കാനുമാണ് ശ്രമം. ഇതിനോടുള്ള പാഷനാണ്. പിന്നെ പൊതുവെ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ക്യാൻവാസിൽ വരച്ച് 4 ചുമരിനുള്ളിൽ ഒതുങ്ങി കൂടുക. അപ്പോൾ ഇത്തരത്തിലുള്ള വരൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് ആസ്വദിക്കാനും പറ്റും. അങ്ങനെയൊക്കെ കൂടി പിന്നെ പുറത്ത് ബാംഗ്ലൂർ അങ്ങനെ പുറത്തൊക്കെ അങ്ങനെ കണ്ടുവരും. നമ്മുടെ വരെ അങ്ങനെ കൊണ്ടുവരാം, അങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവരാമെന്നുള്ളൊരു ഞങ്ങൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആ വേഴ്സിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ഞങ്ങൾ ഇതേപോലെ കുറേ പേരുണ്ട്. പിന്നെ അതേപോലെ പറയാനായിട്ട് ഇവരെ സഹകരണം കൂടിയാണ് ഞങ്ങൾ എല്ലാ ചെറുപ്പത്തിലുള്ളൊരു പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ ഇന്ത്യയുടെ ഡിസൈൻ ചെയ്യുന്നു. ഷഫ്ന റിൻസി കാരത്തൂരിലെ കുറ്റ്യാടിൽ യാഹു റഹ്മത്ത് ദമ്പതികളുടെ മകളാണ്. KMCT ലോ കോളേജിലെ 3ാം വർഷ നിയമ വിദ്യാർത്ഥിനിയാണ്. ചെറുപ്പം മുതലേ ചിത്രം വരയ്ക്കുക പതിവായിരുന്നു. ഒഴിവു ദിനങ്ങളിൽ ശനിയും ഞായറുമാണ് ഇവർ കൂടുതലും തെരുവിൽ ചിത്രം വരയ്ക്കാൻ സമയം കണ്ടെത്താറുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പെയ്ഡ് വർക്കായിട്ടല്ല ചെയ്യുന്നത്, ഒരു പ്രൊമോഷൻ വർക്കായിട്ടാണ്. അപ്പോൾ നമുക്ക് വർക്ക്സ് കിട്ടാനും പിന്നെ ഇവിടെ അങ്ങനെ ഒരു പെയിൻറ്റിങ്സ് ഒന്നുമില്ല, നമുക്ക് കാലിക്കറ്റായി കണ്ടിട്ടില്ല. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ തിരൂര് കൊണ്ടുവരണം തോന്നി അപ്പോൾ ചെയ്താൽ. ഇപ്പോൾ ഇത് കുറേ ആയി. ഇപ്പോൾ സൺഡേ ആൻഡ് സാറ്റർഡേ നമുക്ക് ഫ്രീ കിട്ടുമ്പോൾ വരുന്നതാണ്. ഇപ്പോൾ കുറേ ഒരു 1-1.5 മാസമായി തുടങ്ങിയിട്ട്. ഇതിനു മുമ്പ് പെയ്ഡ് വർക്ക്സ് ആയിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്. തിരുനാവായ ആ സൈഡിൽ കുറ്റിപ്പുറ സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പെയ്ഡ് വർക്ക് എടുക്കുമ്പോൾ നമ്മളെല്ലാം അവരെടുക്കും. ഇപ്പോൾ ഇതിന് ഫുൾ നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള കുറേ ഫണ്ടായിട്ടുണ്ട്. സെൽഫ് തോട്ടാണ്, ചെറുപ്പം മുതലേ വരക്കുമായിരുന്നു. ഇങ്ങനെ പഠിച്ച് വന്നു. പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് അപ്പോഴേ വരക്കുമായിരുന്നു. ഓരോ സബ്സില ആ ടൈപ്പിലൊക്കെ പോകുമായിരുന്നു. ഒന്നാമത്തെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു വർക്ക്സും ഇല്ല അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാൻ. അപ്പോൾ വർക്ക് വരണം, പിന്നെ അതേപോലെ പിള്ളേരും വരണം എന്നുള്ളൊരു രീതിയിൽ ചെയ്തതാണ്. കളർഫുൾ ആക്കാമെന്ന് വെച്ചു.